ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. നമുക്ക് മുട്ടുമേ നിൽക്കാം. ആരാധന ആരാധന ആത്മാവിലാരാധന. സന്നിധിയൽപനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധിയൽപനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന കരങ്ങൾ വീശി ആയിരം ആരാധന. നന്നായിട്ട് കരങ്ങൾ വീശുകയും ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിയുക. മകനെ മകളെ, ഇത് സ്വർഗം വിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന യേശുവിന് നമുക്ക് ആരാധന അർപ്പിക്കാം. ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. സത്യമേ ആരാധന. ആരാധന ആരാധന സത്യമേ ആരാധന. കരങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു നിമിഷം കൂടെ കണ്ണുകളൊന്ന് അടച്ചു. മക്കളെ, ഇതാ എനിക്കായി അനാദി മുതലേ കരുതി വെച്ച തിരുമണിക്കൂർ എൻ്റെ നാഥനും സൃഷ്ടാവും പരിപാലകനുമായ ദൈവം എനിക്കായി ഈ അൾത്താരയിൽ ഇത്രത്തോളം ചെറുതായി കണ്ടു. ആയിരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന നാഥനെ കാണാൻ കാത്തിരുന്നവനെ പേര് ചൊല്ലി വിളിച്ചിറക്കിയ നാഥൻ മക്കളെ, ആയിരങ്ങളുടെ ആരവത്തിനിടയിൽ ഇടറിയവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇടറിയവനെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, യേശുവേ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് യാചിച്ച, കാഴ്ചയില്ലാത്ത അന്ധനായ, ലോകത്തിന് ഉപകാരമില്ലാത്ത, മനുഷ്യരാൽ ഉപകാരമില്ലാത്ത പരിത്യക്തനാക്കപ്പെട്ടവൻ, കടന്നു വരുന്നവൻ നസ്രേനായ യേശുവാണെന്നുള്ള തിരിച്ചറിവിൽ അവൻ്റെ ഉൾക്കാഴ്ചയാൽ പ്രിയമുള്ളവരെ വിളിച്ചപ്പോൾ അവനു വേണ്ടി നിന്നുകൊടുത്ത ദൈവം
ആ മകനെ വിളിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചുകൊണ്ട് ആ മകൻ അരികിലെത്തിയപ്പോൾ ചോദിച്ചു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ സമീപത്തായിക്കൊണ്ട് ചോദിക്കുന്നു, മക്കളെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, നിന്റെ സ്വാതന്ത്ര്യം അവിടുന്ന് ചോദിക്കും. മക്കളെ, നിന്റെ സ്വാതന്ത്ര്യത്തോടെയുള്ള ഏറ്റുപറച്ചിൽ, നിന്റെ സ്വാതന്ത്ര്യത്തോടെയുള്ള വിട്ടുകൊടുക്കൽ അവനൊന്ന് പ്രവർത്തിക്കാൻ, അവനൊന്ന് വസിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. മക്കളെ, സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്ന് നിലവിളി ഉയരട്ടെ. നിന്റെ അന്തരംഗങ്ങളിൽ മുഹൂർത്തമാകുന്നൊരു നിലവിളിയുടെ ശബ്ദം. മക്കളെ നോക്ക്, മക്കളെ, കാണാൻ കൊതിച്ചവനെ പേര് ചൊല്ലി വിളിച്ചിറക്കിയ സഖേവൂസിന്റെ ജീവിതത്തിൽ അനുഭവം നോക്ക്. ഈ ലോകത്തിൻ്റെതായ ഒന്നുമല്ല, മറിച്ച് ദൈവമേ എനിക്കെല്ലാമായിരിക്കുന്നു. എടുത്തതിൻ്റെ ഒന്നല്ല രണ്ടല്ല 4 ഇരട്ടിയായി മക്കളെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഏൽപ്പിക്കൽ എത്ര വിലയേറിയതായി മാറി. മക്കളെ, വീണ്ടും പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു, പൂജാരാജാക്കന്മാർ ഇതാ ലോകരക്ഷകൻ ബെത്ലഹേമിൽ എന്നുള്ള ആ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ ജാതനായിരിക്കുന്നെന്ന് കേട്ട ആ സദ്വാർദ്ധയ്ക്ക് മുന്നിൽ ആ പൂജാരാജാക്കന്മാർ തങ്ങൾക്കുള്ളത് മുഴുവൻ കൈക്കുമ്പിളാക്കി ആ ലോകരക്ഷകനെ കുമ്പിട്ട് ആരാധിക്കുവാനായി ബെത്ലഹേമിലേക്ക് വരുന്നു. മക്കളെ, ആ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന അമ്മയോ ദേവസ്വപിതാവിനോടും പരിശുദ്ധേവമാതാവിനോടൊപ്പം പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയെ കണ്ട് അവർ കുമ്പിട്ട് മുട്ടുമേ നിന്നുകൊണ്ട് സർവം സമർപ്പിച്ചുകൊണ്ട് അവരവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ 3 പൂജാരാജാക്കന്മാർ ലോകരക്ഷകന്റെ മുന്നിൽ സർവം സമർപ്പിച്ച് അവൻ്റെ മുന്നിൽ സർവം ഫലമേൽപ്പിച്ചുകൊണ്ട് തങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും തുറന്നു വെച്ചു. ഇതാ മക്കളെ, സമർപ്പിച്ചപ്പോൾ ലോകരക്ഷകന്റെ മുന്നിൽ സർവം ഫലമേൽപ്പിച്ച് അവൻ്റെക്കെല്ലാം വിട്ടുകൊടുത്തപ്പോൾ ഇതാ ദൂതൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശമനുസരിച്ച് അവരൊരു പുതുജീവിത വഴിത്താരയിലേക്ക് യാത്ര തിരിക്കുന്നു. നിങ്ങൾ വന്ന വഴിയെ പോകരുത്, മറിച്ച് അവിടുത്തെ ദൂതൻ്റെ വാക്കുകൾക്കനുസരിച്ച് പുതിയൊരു വഴിത്താര അവരുടെ മുന്നിൽ ഉടലെടുക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, നിന്റെ ജീവിതത്തിലും ഇതാ ഒരു പുതിയ വഴിത്താര സമർപ്പിച്ചവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന മക്കളെ, ഏൽപ്പിച്ചവൻ്റെ മുന്നിൽ ഇതാ മക്കളെ പുതിയൊരു വഴിത്താര തുറക്കുന്നു. കൊടുക്കാം ദൈവജനമേ, ഏൽപ്പിക്കാം മക്കളെ. പരിശുദ്ധാത്മാവിനായി ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൻ്റെ ഒരു ജീവിതം മക്കളെ, പരിശുദ്ധാത്മദൈവത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടുള്ള നിറയുന്നൊരു ജീവിതം മക്കൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങൾ ഉയർക്കൽ കൂടി ഉയർത്തിക്കുക മക്കളെ. മറ്റൊന്നും ആഗ്രഹിക്കുകയോ അഭിലഷിക്കുന്നുമില്ല. ഓ പരിശുദ്ധാത്മദൈവമേ, ഗുരുവിനെ പോലും ക്രൂശിലേറ്റിയവർ തങ്ങളെയും പിടിച്ചു തങ്ങളെയും അതിദാരുണമായ വേദനകൾക്കും പീഡനങ്ങൾക്കും വിധേയാക്കുമെന്ന് ഭയഭീകരായ ശിഷ്യ സമൂഹം പരിശുദ്ധ മാതാവിനോടൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിച്ചൊരു നവപന്തക്രിസ്തു അനുഭവം അവരിൽ പ്രകടമായപ്പോൾ മക്കളെ, ഈ ലോകത്തിൻ്റെ ഒന്നിനും അവരെ ചെറുത്ത് തോൽപ്പിക്കാനായില്ല. അവസാനത്തോട് രക്തം ചിന്തുവാൻ തക്കവിധം അവർ ധൈര്യം അവലംബിച്ചവരായി എപ്പോൾ പരിശുദ്ധാത്മ നിറവോടുകൂടി പ്രിയമുള്ളവരെ, ഈ ദിവികാരുണ്യ സന്നിധിയിൽ, ഈ ദിവികാരുണ്യ മണിക്കൂറിൽ, ഈ ദിവികാരുണ്യം നമുക്ക് വേണ്ടി സമ്മാനമായി നമുക്ക് നൽകിയ പരിശുദ്ധാത്മ ദൈവത്തെ നമുക്കൊന്ന് ആരാധിച്ചു വണങ്ങാം മക്കളെ. ത്രിത്യേക നാമകീർത്തനാലാമത്തിലെ 3-ാമത്തെ സ്റ്റാൻസ ആ പരിശുദ്ധാത്മാവിനായി ദാഹിച്ചുകൊണ്ട് മക്കളെ, ഓ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് വസിക്കണമേ, എന്നെ നയിക്കണമേ, എന്നിൽ വന്ന് നിറയണമേ ദാഹിച്ചുകൊണ്ട് മക്കളെ. മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറവുള്ളൊരു ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ അലങ്കൃതമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ട് മക്കളെ, ആ ഒരു നവപന്തക്രിസ്തു അനുഭവം നമ്മളിൽ ഈ നിമിഷം സംഭവിക്കാൻ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമ്മയോട് സകലമാലാ വിശുദ്ധ കൂട്ടായ്മയോട് ചേർന്ന മക്കളെ, കരങ്ങൾ രണ്ടും മുട്ട് നിവർക്ക് ഉയർത്തുക മക്കളെ. എത്രത്തോളം ഉയർത്താവോ, ത്യാഗത്തോടെ സമർപ്പണത്തോടെ. ഓ ദൈവമേ, നീ എന്നിലേക്ക് വർഷിക്കാനിരിക്കുന്ന ആത്മാവിനെ മുഴുവനായി എന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ, ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതവും ധന്യമാകാൻ, ഞാൻ എൻ്റെ മാറ്റത്തിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വഴി ഞാൻ ആയിരിക്കുന്ന ഒരു അനുഗ്രഹമായി മാറാൻ, എന്നെ കണ്ണുമുട്ടുന്നവരിൽ അഭിഷേകം ഉണ്ടാകും
സാക്ഷിയാകുവാനായി ആഗ്രഹിച്ച മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ത്രിത്വൈക നാമകീർത്തനാലാപനത്തിലെ 3-ാമത്തെ സ്റ്റാൻസ ഹൃദയം നുറങ്ങി പാടി പ്രാർത്ഥിക്കാം മക്കളെ. ഭാവനാത്മാവേ എന്നുള്ള 3-ാമത്തെ സ്റ്റാൻസ മക്കളെ ഹൃദയം നുറങ്ങി മക്കളെ കണ്ണുനീരോടുകൂടി മക്കളെ ആത്മാവിന് വേണ്ടി ദാഹിക്കും മക്കളെ, ആത്മാവിന് വേണ്ടി ദാഹിക്ക്, ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കും മക്കളെ. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കും. ഒരിക്കൽ കൂടി കരമുയർത്തി സ്വരമുയർത്തി മനമുയർത്തി. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കും. കരങ്ങൾ താഴ്ത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുട്ടുമേ നിന്നുകൊണ്ട് സർവസ്വവും പൂജാരാജാക്കന്മാരെ പോലെ സർവം ലോകരക്ഷകന്റെ മുന്നിൽ ശിരസ് നമിച്ച് കുമ്പിട്ടുകൊണ്ട് മക്കളെ കുമ്പിടുന്നു. ശിരസ് നമിച്ച് കുമ്പിട്ടുകൊണ്ട് ജീവനുമെന്റെ എല്ലാം ആ നാഥന്റെ മുന്നിൽ സർവസ്വവും ഒന്നും മറച്ചു മാറ്റി വെക്കാതെ വിട്ടുകൊടുത്തുകൊണ്ട് സർവം സമർപ്പിച്ച് കുമ്പിടുന്നു. പ്രിയമുള്ള ദൈവജനം, ഒരു നിമിഷം കർത്താവിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മക്കളെ ശിരസ് മുതലുള്ള കാല് വരെയുള്ള ശരീരത്തെ മനസ്സിനെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് ദൈവമേ നിന്റെ മഹത്വത്തിന്റെ ഒരു സ്പർശനം, നിന്റെ മഹത്വത്തിന്റെ ഒരു വെളിപ്പെടുത്തല്, നിന്റെ മഹത്വത്തിന്റെ ഒരു ആഹ്വാനം, ഈ ജീവിതം സാക്ഷിയാകുവാൻ, ഈ ജീവിതം സാക്ഷിയാകുവാനായ മക്കളെ കണ്ണുനീരോടുകൂടെ മക്കളെ കർത്താവിന്റെ ഭവനത്തിൽ കർത്താവിന്റെ മുന്നിൽ അവിടുത്തെ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ കാതോർത്തുകൊണ്ട് മക്കളെ പൂർണ്ണമായും കൊടുത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ മക്കളെ സർവം സമർപ്പിച്ചുകൊണ്ട് സർവം ഏൽപ്പിച്ചുകൊണ്ട് മക്കളെ അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല. വിശ്വസിച്ചാൽ മകനെ മോളെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി ദാഹിച്ചു പാടി പ്രാർത്ഥിക്കുക മക്കളെ. ദാഹിക്കുക മക്കളെ, ദാഹിക്കുക. ആത്മാവിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സമർപ്പണം, നിന്റെ ജീവിതാന്തസ്സിന് വേണ്ടിയുള്ള സമർപ്പണം, നിന്നെ ഫലമേൽപ്പിച്ചവർക്ക് വേണ്ടിയുള്ള സമർപ്പണം, നിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണം സമർപ്പിക്കുക മക്കളെ. ഒരുപക്ഷെ നീ ഒരുവൾ മാത്രമായിരിക്കാം. നിന്റെ കുടുംബത്തിന് വേണ്ടി നിമിഷം നിലവിളികളോട് പ്രാർത്ഥിക്കാൻ സമർപ്പിക്കുക മക്കളെ. സോദോം ഗോമോരയെ ദൈവം ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്നതിന് മുമ്പ് അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, അവിടുന്ന് ഒരു നീതിമാനെങ്കിലും പ്രിയമുള്ളവരെ സമർപ്പിക്കുക മക്കളെ. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ദൈവം നിന്നെ ഫലമേൽപ്പിച്ച ജീവിതാന്തസ്സിനെ തമ്പുരാന് സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കും. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമർപ്പിച്ചുകൊണ്ട് ആകത്തോടെ കുമ്പിട്ട് കിടക്ക മക്കളെ. ശിരസ് മുതൽ ഉള്ളം കാല് വരെയുള്ള ശരീരത്തെ മനസ്സിന് എന്റെ നാഥനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കൂടെയുള്ള 99ന്റെയും ശ്രേഷ്ഠതയല്ല, അനുദപിക്കുന്ന കണ്ണീരൊഴുകുന്ന ഇടറിയവന്റെ മുന്നിൽ സമർപ്പിച്ചു എല്ലാം കൊടുത്തു മക്കളെ. കരയുവാൻ മാത്രമായി മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിന്റെ നിലവിളിയുടെ രോദനം ഇടയന്റെ കാതുകളിൽ പതിച്ചപ്പോൾ 99ന്റെ സുരക്ഷിതമല്ല നോക്കിയത്. ആ വഴിതെറ്റിപ്പോയതിന്റെ കണ്ണീരിൽ മുന്നിൽ കടന്നു വരുന്ന നാഥൻ അവനെ കൈക്കൊമ്പലിൽ വാരിക്കോരുന്ന ദൈവം മക്കളെ. അനുദപിച്ച് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന മകന് മേൽ അനുകമ്പ കാണിക്കുന്ന പിതാവ്, അവന് മേൽ മനസ്സറിയുന്ന പിതാവ്, അവന്റെ അനുതാപത്തിന്റെ വാക്കുകൾ തീരും മുമ്പേ അവനെ വാരിപ്പുണരുന്നു. സമർപ്പിച്ചവർ ഏൽപ്പിച്ചവരൊക്കെ മക്കളെ സമർപ്പിക്കുക മക്കളെ. അവിടുത്തെ മാത്രമായി
നീ മാത്രം മതി. നിലവിളിച്ചുകൊണ്ട് മക്കളെ ആകിച്ച് പാടി പ്രാർത്ഥിക്കുക. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈ ലോകത്തിന്റെയോ വ്യക്തികളുടെ മുന്നിലല്ല മക്കളെ, മാത്രം ദൈവ തിരുസന്നിധിയിലുള്ള സമർപ്പണം. മാത്രം അവിടുത്തെ മുമ്പിൽ നിന്റെ കണ്ണുനീർ കണങ്ങൾ മാത്രം എല്ലാം കൈക്കുമ്പിളിൽ ശേഖരിക്കുന്ന ദൈവം. പെറ്റമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം. മക്കളെ ചോദിച്ചു തീരും മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം. മക്കളെ പ്രാർത്ഥിച്ചു തീരും മുമ്പേ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. മക്കളെ നീ മാത്രം മതി, കൊടുക്കുക മക്കളെ, നീ മാത്രം സമർപ്പിക്കുക മക്കളെ, നീ മാത്രം ഏൽപ്പിച്ചുകൊണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 5 മുതലുള്ള 7 വരെയുള്ള വാക്യങ്ങളിൽ യൂദയ എന്ന് പറഞ്ഞ രാജ്യത്ത് 29 വർഷക്കാലം ശ്രേഷ്ഠമായി ഭരിച്ച ഒരു രാജാവിന്റെ വിജയരഹസ്യം വർണ്ണിക്കുന്നു. ആ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു, ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു, ദൈവത്തിന്റെ പ്രമാണങ്ങളെയും പ്രവാചകരെയും അനുസരിച്ചു. ഹെസക്കിയ എന്ന് പറയുന്ന യുവരാജാവ് തന്റെ ജീവിതം കൊണ്ട് വിശ്വസിച്ച്, ജീവിതം കൊണ്ട് വിശ്വസ്തതയുള്ളവനായി ജീവിതം തമ്പുരാനോട് ഒട്ടിച്ചേർന്നു. ജീവിതത്തിൽ ദൈവം അനുവദിച്ച പ്രവാചകരെയും ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവൻ അനുസരിച്ചപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ദൈവമായ കർത്താവ് അവനോടൊത്ത് വാസമർപ്പിച്ചു അവന്റെ എല്ലാ ഉദ്യമങ്ങളും ഐശ്വര്യപൂർണമാക്കി. മക്കളെ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളിലൊന്ന് സ്വന്തമാക്കുക മക്കളെ. ദൈവമായ കർത്താവിലുള്ള വിശ്വാസവും ദൈവമായ കർത്താവിനോട് നിന്റെ ജീവിതത്തിന്റെ വിശ്വസ്തതയും ഈ ലോകത്തിൻ്റെതായ നശ്വരമായ ഒന്നിനോടുമല്ല, മറിച്ച് നിന്നെ താങ്ങുന്ന ദൈവത്തോട് ഒട്ടിച്ചേരുവാനുള്ള സമർപ്പണത്തോടും ഒപ്പം ദൈവം അനുവദിച്ച് കൽപ്പിച്ച പ്രമാണങ്ങളെ ഒന്ന് അനുസരിക്കുവാൻ, അവിടുത്തെ പ്രവാചകരെ ഒന്ന് അനുസരിക്കുവാൻ നീ തിരുവുള്ളമായ മനസ്സായാൽ, ഇതാ മക്കളെ നിന്നോടൊത്ത് വാസമർപ്പിക്കുന്ന ഒരു ദൈവം, നിന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമാക്കുന്ന ദൈവം. മക്കളെ ഇതാ ഈ ആൾത്താരെ നിനക്കായി കടന്നു വന്നിരിക്കുന്നു. വീണ്ടും മക്കളെ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം ഈ ഹെസക്കിയ രാജാവ് കൊടും രോഗബാധിത മരണാശയായി കിടക്കുന്ന അവസരത്തിൽ യെശയ്യാ പ്രവാചകൻ ആ ദൈവം വെളിപ്പെടുത്തുന്നു, മകനെ നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തുകൊണ്ടെന്നാ നീ സുഖം പ്രാപിക്കില്ല, നീ മരിക്കുവാൻ പോകുന്നുവെന്ന്. പ്രവാചക വാക്കുകൾക്ക് മുന്നിൽ കണ്ണുനീരോട് ചുവരിലേക്ക് തലചായ്ച്ചുകൊണ്ട് ഹെസക്കിയ രാജാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങേ മുമ്പാകെ ഞാൻ എത്ര വിശ്വസ്തയോടെ നന്മ ചെയ്ത് വ്യാപരിച്ചുവെന്ന് അങ്ങ് ഓർക്കണമേ എന്ന് പറഞ്ഞു. പിന്നീട് അവൻ ദുഃഖത്തോടെ കരഞ്ഞുവെന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, തുടർന്നുള്ള വചനം പറയുന്നു, കൊട്ടാരത്തിന്റെ പടിവാതിൽ വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പ്രവാചക നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് പറയാ, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ ഞാൻ നിന്റെ രോഗം സുഖപ്പെടുത്തുന്നു. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. ഇതാ നിന്റെ ആയുസ് 15 വർഷത്തേക്ക് നീട്ടിത്തരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, വേദനിക്കുന്നവന്റെ വേദനയ്ക്ക് മുന്നിൽ നിന്നു കൊടുക്കുന്ന ദൈവമക്കളെ, അനുദപിക്കുന്ന ഒരു ഭാവിയുടെ കണ്ണീരാൽ വീണ്ടെടുക്കാവുന്ന എത്രയോ വലിയ മഹത്വത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്ന ദൈവമക്കളെ. ആകയാൽ സമർപ്പിക്കൂ ദൈവജനമേ, നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കും മക്കളെ. ആയിരിക്കുന്ന അവസ്ഥകളെയും ആയിരിക്കുന്ന അവസ്ഥാ മേഖലകളെയും ഒന്ന് സമർപ്പിക്കും മക്കളെ. നിന്റെ ഭവനത്തിന്റെ ജീവിത അന്തസ്സിന്റെ മാതാപിതാക്കളുടെ മക്കളുടെ മരുമക്കളുടെ പേരക്കിടാങ്ങളുടെ ജീവിത പങ്കാളിയുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കും മക്കളെ. ഇന്ന് ഈ കർത്താവിന്റെ മുന്നിൽ നീ ആയിരിക്കുന്നത് ഇന്ന് സാക്ഷിയാവുന്ന ആ അവസ്ഥകളോട് ചേർന്നുകൊണ്ട് മക്കളെ സമർപ്പിക്കുക മക്കളെ, വിട്ടുകൊടുക്കുക. എന്റെ ദൈവം എന്നിൽ ഇടപെടുന്ന നിമിഷം, എന്റെ ദൈവം എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ഇടപെടുന്ന നിമിഷം, എന്റെ ദൈവം എന്നിലൂടെ എൻ്റെ ജീവിത അന്തസ്സിൽ ഇടപെടുന്ന നിമിഷം മക്കളെ സമർപ്പിക്കാം മക്കളെ, സമർപ്പിക്കാം മക്കളെ. ഒരു നിമിഷം നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. രണ്ടാമതായി നിന്നെ ദൈവം ഫലമേൽപ്പിച്ചവയെന്ന് വിട്ടുകൊടുത്ത മക്കളെ, ഈ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അടുത്തത് നിന്നിൽ സംഭവിക്കും. നിന്റെ കൂടെയുള്ളതെല്ലാം ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് നിന്നിൽ ഉണ്ടാകട്ടെ. ദൈവമേ, ഞാൻ നീ നൽകുന്നവയെ ഏറ്റെടുത്തുകൊണ്ട്
നിനക്കായി പരിശുദ്ധ മാതാവിനെ പോലെ തിരിച്ചറിഞ്ഞവൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച സമർപ്പണത്തോടുകൂടി കർത്താവ് നീ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നവയെ, നീ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നവയെ നിന്റെ ഹിതാനുവർത്തത്തിന് വേണ്ടി ഇതാ ഞാൻ ഏറ്റെടുക്കുന്നു. ഒപ്പം മക്കളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിക്കും മക്കളെ. എൻ്റെ ഒരു പ്രാർത്ഥനയുടെ കുറവ് മൂലം ഈ കൂട്ടായ്മയെ ദൈവം ചൊരിയാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ എന്നുള്ള വിചാരത്തോടും വികാരത്തോടും കൂടി മക്കളെ, എൻ്റെ ഒരു പ്രാർത്ഥനയുടെ കുറവ് മൂലം ഈ കൂട്ടായ്മയിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ, അത് ലഭിക്കാതെ പോകരുതേ എന്നുള്ള സമർപ്പണത്തോടുകൂടി മക്കളെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുന്നിലല്ല, മറിച്ച് എന്നെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച സർവ്വ നന്മസ്വരൂപനായ ദൈവത്തിന്റെ മുന്നിലാണ് മക്കളെ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും നിസ്സാരമായ ദൈവം തൊട്ടുണർത്തി ശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിലാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളവരെ ആ ശക്തി പ്രവാഹത്തിന്റെ മുന്നിൽ ഒരു കണികയായി മാറിക്കൊണ്ട് സമർപ്പിക്കുക മക്കളെ. എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവര്, നീ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ളവര്, എന്റെ ഓർമ്മയെ നീ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവര്, വാഗ്ദാനം പറഞ്ഞിട്ടുള്ളവര് സമർപ്പിക്കുക മക്കളെ. ആരെയും വിട്ടുപോകാതെ, ആരെയും മറന്നു പോകാതെ സമർപ്പിക്കുക മക്കളെ. സർവ്വം സമർപ്പിക്കുക. നിന്റെ മനസ്സിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ എന്നാലും എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നിരാശയുടെ ചിന്തകളുണ്ടെങ്കിൽ മക്കളെ സമർപ്പിക്കുക മക്കളെ. ആ മേഖലകളിൽ ഒരു വിടുതൽ ലഭിക്കുവാൻ യേശുനാമത്തിന്റെ തിരു രക്തത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ കുർബാനയുടെ അവിടുത്തെ തിരുവചനത്തിന്റെ ശക്തമായ അഭിഷേകം ഒഴുകട്ടെ മക്കളെ. സമർപ്പിച്ചുകൊണ്ട് മക്കളെ എൻ്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കുന്നു. അവിടുന്ന് എന്നെ ഏൽപ്പിക്കുന്നവ ഏറ്റെടുക്കുവാൻ ഇതാ ഞാൻ കരങ്ങൾ തുറക്കുന്നു. സാവകാശം മക്കളെ, ഒരു നിമിഷം ഉണരുക. സാവകാശം അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് ശാന്തമായി ഇരിക്കുക. കരങ്ങൾ രണ്ടും ഒന്ന് മടിയിൽ കൊട്ടിയതിനു ശേഷം നിങ്ങളുടെ മുഖമൊന്ന് നന്നായിട്ട് തലോടി തുടയ്ക്കുക. ബാഹ്യമായ കണ്ണ് തുറന്ന് ഈശോയെ ഒന്ന് ഉറ്റു നോക്കുക മക്കളെ. ഒരു നിമിഷം ഈശോയെ ഒന്ന് ഉറ്റു നോക്കുക മക്കളെ. ഈശോയെ നോക്കിക്കൊണ്ട് എനിക്കായി ഈ അൾത്താരയിൽ ആഗതനായിരിക്കുന്ന എൻ്റെ സ്വർഗീയ അപ്പച്ചൻ മക്കൾക്കടുത്ത അവകാശത്തോടെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഇതാ ദൈവം നമുക്കായി അവസരം ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ മക്കളായ നമ്മുടെ അവകാശമാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാം മക്കളെ. കരങ്ങളുണ്ടും മടിയിൽ തുറന്നു വെച്ച് ഈശോയെ നുറ്റു നോക്കാം. ഈ ആരാധനാ സമാപനത്തോട് മക്കളെ പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേരാം മക്കളെ. ഈ ദിവ്യകാരുണ്യത്തെ ഉടലോട് ഉദരത്തിൽ സംവഹിച്ച പരിശുദ്ധ ദൈവമാതാവ് മക്കളെ, ആദ്യ ദിവ്യകാരുണ്യ പ്രതിഷ്ഠം നടത്തിയ പരിശുദ്ധ ദൈവമാതാവ് മക്കളെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ദ സ്കൂൾ ഓഫ് മേരി അമ്മയാവുന്ന കളരിയിൽ നീ പ്രവേശിക്കും തോറും ഈശോയാണ് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന് മക്കളെ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈശോയിലെത്തിച്ചു. അവിടുന്ന് എല്ലാം എനിക്ക് നന്മയ്ക്കായി തീർത്തു. പ്രിയമുള്ളവരെ വിളിക്കാം മക്കളെ, അമ്മയോട് ചേരാം മക്കളെ. അമ്മയ്ക്കരികെയാന്ന് ഓരോ മകനും മകളും അനുഭവിക്കുകയും ആസ്വദിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നത് ഈ ദിവ്യകാരുണ്യനാഥനാണ് മക്കളെ. കരങ്ങൾ രണ്ടും മടിയിലൊന്ന് തുറന്നു വെച്ച് ഇനി നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചുകൊണ്ട് മക്കളെ ഈ ദിവ്യകാരുണ്യനാഥന്റെ അരികെ നിൽക്കുന്ന അമ്മയെ കാണുക മക്കളെ. നമ്മുടെ ഒക്കെ മനസ്സിൽ സുപരിചിതമായ പരിശുദ്ധ അമ്മയുടെ ചിത്രം കാണുക മക്കളെ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അമ്മയെ കാണുക മക്കളെ. നിന്റെ കരം പിടിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമ്മയെ ഈ ദിവ്യകാരുണ്യത്തിനരികെ കണ്ടുകൊണ്ട് നിത്യസഹായ മാതാവിന്റെ നവനാൾ പ്രാർത്ഥനാ പുസ്തകത്തിലെ ആദ്യ പ്രാർത്ഥനാ വരികൾ നമ്മൾ ഹൃദയം തുറന്ന് പാടുകയാണ് മക്കളെ. ഒപ്പം നിന്റെ ജീവിതത്തെ അമ്മ വഴി ഈശോയിലേക്ക്, നിന്റെ കുടുംബത്തെ അമ്മ വഴി ഈശോയിലേക്ക്, ഈ കൂട്ടായ്മയെ അമ്മ വഴി ഈശോയിലേക്ക് എന്നുള്ള മനോഭാവത്തോടെ അമ്മയെ കണ്ട് അമ്മ വഴി ഈശോയിലേക്ക് എന്നുള്ള സമർപ്പണത്തോടെ മക്കളെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ നിനക്കായി വിളർക്കപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ദിവ്യകാരുണ്യ സത്യത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് എന്നെ നിറച്ച് ഒരു പുതു സൃഷ്ടിയാക്കി എന്നെ രൂപപ്പെടുത്തി എന്നെ നിൻ്റേതായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളത്തിൽ നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു പുതു ചൈതന്യം നമ്മളിൽ നിക്ഷേപിക്കട്ടെ. നിന്നിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായൊരു ഹൃദയം നിന്നെ സ്ഥാപിച്ച് പുതുജീവൻ നിന്നിൽ ഉണർത്തുന്ന പുതിയൊരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് സഭയെ പടുത്തുയർത്തുന്ന ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ
ഗാർഗിക സഭയെന്ന് വിളിക്കപ്പെടുന്ന എൻ്റെ കുടുംബത്തെ ഇതാ ത്രിത്വൈക ദൈവത്തിനോട് ചേർത്തു വച്ച് ആ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും പ്രാപിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യമാകുന്ന ഈ വലിയ അഗ്നിയിലേക്ക് ഇതാ കുടുംബത്തെയും കുടുംബ സാഹചര്യങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഏറ്റുവാങ്ങുന്നു. പരിശുദ്ധ ശരീരത്താലും വിലറിയ രക്തത്താലും പാവത്തിൻ കരകളിൽ നിന്നു മത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കുടുംബാംഗങ്ങളെ മുഴുവൻ കൊടുത്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ശക്തി ഒഴുകട്ടെ, ദിവ്യകാരണത്തിന് ശക്തി ഒഴുകട്ടെ. അവനെ നോക്കിയവ പ്രകാശിതരായി യേശുവിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി നമ്മിലേക്ക് നീതിസൂര്യനായി കർത്താവിൻ്റെ സൗഖ്യം ഇതാ ചിറകുകളിൽ വഹിച്ചുകൊണ്ട് നീതിസൂര്യനായി കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹം സ്വീകരിച്ചേ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ലോകം മുഴുവനെ ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥ ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ ശിവേ. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നോക്കിക്കൊണ്ട് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.